ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത് ഒരു തെലുങ്ക് മൂവിയാണ് കിഷ്കിന്ധാപുരി. അനുപമ പരമേശ്വരൻ, വെല്ലംകൊണ്ട ശ്രീനിവാസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൗശിക് പഗല്ലപതി സംവിധാനം ചെയ്തൊരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് കിഷ്കിന്ധാപുരി. C5 ഒക്ടോബർ 17 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി സീരീസാണ് കുരുക്ഷേത്ര. ഇതൊരു ആനിമേറ്റഡ് സീരീസാണ്. മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ മൂവി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഒക്ടോബർ 10 നെറ്റ്ഫ്ലിക്സിലൂടെ ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് ട്രൂ ഹോണ്ടിങ്. ഇതൊരു ഹൊറർ സീരീസാണ്. ഒക്ടോബർ 7 ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി മിറാഷ്. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മിറാഷ്. സോണി ലീവിലൂടെ ഒക്ടോബർ 23 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി മേനെ പ്യാർ കിയ. ഹൃദു ഹാരൂൺ, പ്രീതി മുകുന്ദൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫൈസൽ ഫസലുദ്ദീൻ സംവിധാനം ചെയ്തൊരു കോമഡി ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മേനെ പ്യാർ കിയ. ലയൺസ് ഗേറ്റ് പ്ലേ ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 3 ഇത് OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലി, തുളസി ജഗദീഷ്, ഹരിശ്രീ അശോക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനവും നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ആഭ്യന്തര കുറ്റവാളി. C5 ഒക്ടോബർ 17 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി ചെക്ക്മേറ്റ്. അനൂപ് മേനോനെ കേന്ദ്ര കഥാപാത്രമായി രതീഷ് ശേഖർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ചെക്ക്മേറ്റ്. C5 ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 2 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മലയാളം മൂവി ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്തൊരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നെറ്റ്ഫ്ലിക്സിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദീപാവലിയോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഒക്ടോബർ 23 ഇത് OTT റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സിനിമയാണ് തലവര. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്ക് ഇത് OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് തങ്കമണി എന്ന മലയാളം മൂവിയാണ്. 1986 ഒക്ടോബറിൽ തങ്കമണിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ദിലീപ്, മനോജ് കെ ജയൻ, മേജർ രവി, നീത പിള്ള എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രതീഷ് രഘുനന്ദൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് തങ്കമണി. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തങ്കമണിയുടെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത തന്നെ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ് ഏലുമലൈ. റാണയെ കേന്ദ്ര കഥാപാത്രമാക്കി പുനീത് രംഗസ്വാമി രചനയും സംവിധാനവും നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ത്രില്ലർ ചിത്രമാണ് ഏലുമലൈ. C5 ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിൻ്റെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബർ 17 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തമിഴ് സീരീസാണ് ദ ഗെയിം യു നെവർ പ്ലേ എലോൺ. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസാണ്. ഒക്ടോബർ 2 നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് കാളരാത്രി. പുതുമുഖങ്ങളായ മരിയ അബീഷ്, ആൻഡ്രിയ അബീഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആനന്ദ് കൃഷ്ണരാജ് സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് കാളരാത്രി. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി പുള്ളി. ഇന്ദ്രൻസ് ദേവ്മോഹൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിജു അശോകൻ സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പുള്ളി. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് സാഹസം. ബിപിൻ കൃഷ്ണ രചനയും സംവിധാനവും നിർവഹിച്ച ഒരു കോമഡി ആക്ഷൻ ചിത്രമാണ് സാഹസം. നരേൻ, ബാബു ആന്റണി, ഗൗരി ജി കിഷൻ, റംസാൻ മുഹമ്മദ്, അജു വർഗീസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സൺ നെക്സ്റ്റിലൂടെ ഒക്ടോബർ 1 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു സീരീസാണ് മോൺസ്റ്റർ ദി എഡ് ഗെയിൻ സ്റ്റോറി. ഇതൊരു ക്രൈം ത്രില്ലർ സീരീസാണ്. ഒക്ടോബർ 3 നെറ്റ്ഫ്ലിക്സിലൂടെ ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു തമിഴ് മൂവിയാണ് ഫീനിക്സ്. നവാഗതനായ സൂര്യ സേതുപതി, വരലക്ഷ്മി, ശരത് കുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനൽ അരസു രചനയും സംവിധാനം ചെയ്തൊരു ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ഫീനിക്സ്. സിംപ്ലി സൗത്ത് വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. നസ്രിയ നാസിം നാസർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൂര്യപ്രതാപ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. സോണി ലീവിലൂടെ നവംബർ 6 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു തമിഴ് മൂവിയാണ് മദ്രാസി. ശിവകാർത്തികേയനെ കേന്ദ്ര കഥാപാത്രമാക്കി AR മുരുകദാസ് രചനയും സംവിധാനം നിർവഹിച്ച ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മദ്രാസി. ആമസോൺ പ്രൈമിലൂടെ ഒക്ടോബർ 1 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് മെഹ്ഫിൽ. മുകേഷ്, ഉണ്ണി മുകുന്ദൻ, ആശാ ശരത്, മനോജ് കെ ജയൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജയരാജ് രചനയും സംവിധാനവും നിർവഹിച്ച ഒരു മ്യൂസിക്കൽ ഡ്രാമ മൂവിയാണ് മെഹ്ഫിൽ. മനോരമ മാക്സ് വഴി ഉടൻ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ആളങ്കം.
ലുക്മാൻ, ജാഫർ ഇടുക്കി, ശരണ്യ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാനി ഖാദർ സംവിധാനം ചെയ്ത ഒരു കോമഡി ആക്ഷൻ ചിത്രമാണ് ആളങ്കം. മനോരമ മാക്സ് വഴി ഉടൻ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്.